കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ PWD പോസ്റ്റിലേക്ക് എക്സാം വിളിച്ച കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആ എക്സാമിൻ്റെ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ PWD എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. സിലബസ് കഴിഞ്ഞ തവണ PSC ഈ സെയിം എക്സാം നടത്തിയപ്പോൾ പബ്ലിഷ് ചെയ്തതാണ്. ഇതിന് മുമ്പ് ഈ എക്സാം നടന്നത് 6/4/2017, അതായത് 2017 ഏപ്രിലാണ്. ലേറ്റസ്റ്റ് സിലബസ് എക്സാം ഡേറ്റ് അടുക്കുമ്പോൾ മാത്രമേ PSC പബ്ലിഷ് ചെയ്യുള്ളൂ. വലിയ ചേഞ്ചസ് ഒന്നും യൂഷ്വലി ഉണ്ടാവാറില്ല. സോ ഈ സിലബസ് വെച്ച് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. മൊത്തം സിലബസിനെ 8 മൊഡ്യൂൾസ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ മൊഡ്യൂൾസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് സർക്യൂട്ട്സ്, കിർച്ചോഫ് ലോസ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ, കറണ്ട് ലോ, അത് രണ്ടും. പിന്നെ നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ്, ട്രാൻസിയൻ റെസ്പോൺസ്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, പിന്നെ നെറ്റ്വർക്ക് തിയറംസ്, തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം, സൂപ്പർപൊസിഷൻ തിയറം, ആ തിയറംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 3 ഫേസ് സർക്യൂട്ട്സ്, 2 പോർട്ട് നെറ്റ്വർക്ക്, പവർ ഫാക്ടർ ഇൻ AC സർക്യൂട്ട്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു സെക്ഷനിൽ വരുന്നത്. അതിൽ സെക്കൻഡ് സെക്ഷനായിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയുടെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ കുളുംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ആ കാര്യങ്ങളൊക്കെ, പിന്നെ ഗോസ് ലോ, ഡൈവേർജൻസ്, അങ്ങനെ കുറേ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ഓരോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റി, പിന്നെ ബയോസാവേർട്സ് ലോ, പിന്നെ ആംബിയസ് ലോ, കേളിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഫാരഡേസ് ലോസ് എന്താണ്, ലോറൻസ് ഫോഴ്സ് എന്താണ്, ഇൻഡക്റ്റൻസ്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് കൺസെപ്റ്റുകളാണ് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ, അത് സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും പ്യുവർലി ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതിൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസിൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, പിന്നെ 3 ഫേസ് ട്രാൻസ്ഫോമർ, പിന്നെ DC മെഷീൻസ് ഉണ്ട്, പിന്നെ സിങ്ക്രണസ് മെഷീൻസ് ഉണ്ട്, പിന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്. അങ്ങനെ ഇലക്ട്രിക്കൽ മെഷീൻസിൽ ബേസിക് ആയിട്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ മൊഡ്യൂൾ 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 3 വരുന്നത് പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റത്തിൽ ബേസിക് പവർ ജനറേഷൻ കൺസെപ്റ്റ്, ട്രാൻസ്മിഷൻ ലൈൻ മോഡൽസ് ആൻഡ് പെർഫോമൻസ്, കേബിൾ പെർഫോമൻസ്, ഇൻസുലേഷൻ, അങ്ങനെ പവർ സിസ്റ്റമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയിട്ട് വായിക്കാം. നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലബസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാ ലൈൻസും വായിച്ചു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയിട്ട് കണ്ടു നോക്കാവുന്നതാണ്. ഇനി മൊഡ്യൂൾ 2 തന്നെ വേറൊരു സെക്ഷനും കൂടിയുണ്ട്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു സെക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ റൂട്ട് ഹാർവിസ് ക്രൈറ്റീരിയ, നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ, ബോർഡേ പ്ലോട്ട്, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് സ്പേസ് മോഡൽ, സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ്, കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി, ഒരുവിധം കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എല്ലാ ടോപ്പിക്സും അവർ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 4 വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ആണ്. മെഷർമെൻറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം PMMC, മൂവിംഗ് അയൺ ഡൈനാമോമീറ്റർ, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി. ബേസിക് ആയിട്ട് മെഷർമെൻറ്റിൽ ടെക്നിക്കൽ എക്സാംസിന് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ക്യൂ മീറ്റേഴ്സ്, ഓസിലോസ്കോപ്പ്, കാര്യങ്ങളൊക്കെ. ആ മൊഡ്യൂളിൽ തന്നെ പിന്നെ ടൈപ്സ് ഓഫ് എർത്തിങ്, മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ മെഷർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മൊഡ്യൂൾ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 5 പോകുന്ന സമയത്ത് അനലോഗ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 5 അതായത് ഡയോഡ്, BJT, മോസ്ഫെറ്റ്, CMOS, ഇതിൻ്റെയൊക്കെ ഈക്വലൻറ്റ് സർക്യൂട്ട്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്യൂട്ട്സ് അപ്ലിക്കേഷൻ, അതാണ് സിമ്പിൾ ഡയോഡ് സർക്യൂട്ട്സ്. ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ്, റെക്ടിഫയർ ഒക്കെ. പിന്നെ ആംപ്ലിഫയേഴ്സ്, സിംഗിൾ ആൻഡ് മൾട്ടി സ്റ്റേജ്, പിന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്, ഓപ്പ് ആമ്പിൻ്റെ അപ്ലിക്കേഷൻ, ഓപ്പ് ആമ്പിൻ്റെ സ്പെസിഫിക്കേഷൻ, പിന്നെ ഓസിലേറ്റേഴ്സ്, പിന്നെ വരുന്നത് ഫംഗ്ഷൻ ജനറേറ്റേഴ്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, പിന്നെ 555 ടൈമേഴ്സ്, PLL, ഈ കാര്യങ്ങളൊക്കെ ഡിക്റ്റോ ടെക്നിക്കൽ എക്സാമിന് അനലോഗ് ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ടോപ്പിക്സ് എല്ലാം തന്നെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ മൊഡ്യൂളാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ മെയിനായിട്ട് വരുന്നത് ട്രൂത്ത് ടേബിൾ തൊട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ബുളിയൻ ഫംഗ്ഷൻ്റെ മിനിമൈസേഷൻ വരുന്നുണ്ട്, റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് ടേബിൾ, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. PROMs ആൻഡ് PLAs ഉണ്ട്. പിന്നെ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഉണ്ട്. അതിൽ ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടേഴ്സ് ഉണ്ട്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്സ് ഉണ്ട്, ADC, DAC ഉണ്ട്. പിന്നെ FPGA, സെമി കണ്ടക്ടർ മെമ്മറീസും FPGAയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട്
ഡിഫറൻറ്റ് മോഡുലേഷൻ ഡീമോഡുലേഷൻ പറയുന്നുണ്ട്, പിന്നെ സ്പെക്ട്രൽ അനാലിസിസ് പറയുന്നുണ്ട്, പിന്നെ റിസീവർ AM റിസീവർ, സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, പിന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൺസെപ്റ്റ്, ഓരോന്നിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാൽക്കുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ, ഫ്രീക്വൻസി മോഡുലേഷൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാൽക്കുലേഷൻ, പിന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻഫർമേഷൻ തിയറി, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഡിഫറൻറ്റ് സ്കീമുകൾ, PCM, DPCM, പിന്നെ ASK, PSK, FSK, പിന്നെ TDMA എന്താണ്, മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ്, FDMA എന്താണ്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിലെ കുറച്ച് ടോപ്പിക്സ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക്സ്വെൽസ് ഇക്വേഷൻ, അതിൻ്റെ 2 ഫോം, ഡിഫറൻഷ്യൽ ഫോമും ഇൻ്റഗ്രൽ ഫോമും, പിന്നെ വേവ് ഇക്വേഷൻ, പോയിൻറ്റിംഗ് വെക്ടർ, ട്രാൻസ്മിഷൻ ലൈനൊക്കെ ശരിക്കും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയുടെ ടോപ്പിക്സ് ആണ്. അതേപോലെ തന്നെ ബേസിക്സ് ഓഫ് ആൻറ്റിന അടക്കം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മൊഡ്യൂൾ 7 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 8ലേക്ക് പോവുകയാണെങ്കിൽ മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. പവർ ഇലക്ട്രോണിക്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡയാക്ക്, ട്രയാക്ക്, പിന്നെ പവർ മോസ്ഫെറ്റ്, SCR, IGBT തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ, റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ്, പവർ ഇലക്ട്രോണിക്സിൽ വരുന്ന ഡിഫറൻറ്റ് സർക്യൂട്ടുകൾ, DC to DC കൺവേർട്ടർ, ബക്ക് ആൻഡ് ബൂസ്റ്റ് കൺവേർട്ടർ, ഹാഫ് ബ്രിഡ്ജ് ആൻഡ് ഫുൾ ബ്രിഡ്ജ് കൺവേർട്ടേഴ്സ്, പിന്നെ ഇൻവേർട്ടർ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്സ്, SMPS, പ്രിൻസിപ്പിൾ ഓഫ് DC ആൻഡ് AC മോട്ടോർ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 8ൽ വരുന്നത്. ഇത്രയാണ് മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് കൊടുത്തിട്ടുണ്ടായിരുന്ന സിലബസ്. പുതിയ സിലബസും ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. വലിയ റിവിഷൻ ഒന്നും സിലബസിൽ PSC നടത്താറില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എക്സാമിനോട് അടുപ്പിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. 2 or 3 months ബിഫോർ മാത്രമേ അവർ പുതിയ സിലബസ് പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ എക്സാമിന് പഠിച്ചു തുടങ്ങണമെങ്കിൽ നമ്മൾ ഈ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവർ ചെയ്യുന്ന തരത്തിലുള്ള സിലബസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് എല്ലാവരും പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന് ഹെൽപ്ഫുൾ ആവുന്ന കുറേ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.